മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അവിടുത്തെ സർവ്വകൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ. തിരുസഭ ഇന്ന് ധനഹാ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈശോയുടെ ജ്ഞാനസ്നാനത്തെ ഓർമ്മിപ്പിക്കുകയും ഈശോ ആരാണ് എന്ന് നമുക്കോരോരുത്തർക്കും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അന്നൊരിക്കൽ യേശു ഗലീലിയിലെ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. പാപമില്ലാത്തവൻ പാപികളോടൊപ്പം നിൽക്കുന്നു. മുകളിൽ നിന്ന് മനുഷ്യനെ നോക്കി വിധിക്കുന്നവനല്ല ദൈവം, അവൻ്റെ കരം പിടിക്കുന്നവനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം ഈശോ ആരെന്ന് വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം നമ്മുടെ കരം പിടിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നോക്കി, നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ നോക്കി നമ്മെ വിധിക്കുന്നവനല്ല. കാരണം അവൻ പാപികളോടൊപ്പം നിന്നവനാ, അവൻ്റെ കരം പിടിക്കുന്നവനാ, അവനെ തന്നിലേക്ക് ചേർത്ത് നിർത്തുന്നവനാ. ഈശോ എനിക്കും നിനക്കും തന്നെ വെളിപ്പെടുത്തുന്നത് എൻ്റെയും നിങ്ങളുടെയും കൂടെ നിൽക്കുന്നവനും എൻ്റെയും നിങ്ങളുടെയും കരം പിടിക്കുന്നവനുമാണ് ഈശോ എന്ന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ വഴികളിൽ നീ ഇടറിപ്പോയിട്ടുണ്ട് എങ്കിൽ നിൻ്റെ ഇടർച്ചകളെ ഓർത്ത് നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിൻ്റെ ബലഹീനതകളെ ഓർത്ത് നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നിന്നോടൊപ്പം നിൽക്കും, നിൻ്റെ കരം പിടിക്കും. തുടർന്ന് വരുന്ന വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഈശോ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളർന്നു. ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധത്തിൽ പാപത്തിലൂടെ വീഴ്ച വന്നിട്ടുണ്ട്. ആ ബന്ധത്തിലുള്ള തടസ്സത്തെ, ആ ബന്ധത്തെ തകർക്കുന്ന ഭിത്തിയെ ഈശോനാഥൻ തകർക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം എത്തിപ്പിടിക്കേണ്ടവനല്ല, നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന അപ്പനാണ്. മനുഷ്യൻ്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വരുന്നതിനുള്ള ഭിത്തിയെ തകർത്തുകൊണ്ട് അവിടുന്ന് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന അപ്പനാണ് നമ്മുടെ ദൈവം. ദൈവത്തെ എത്തിപ്പിടിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തെ നമ്മൾ ആരും എത്തിപ്പിടിക്കേണ്ടതില്ല. അവിടുന്ന് നാമായിട്ടുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരപ്പനായി അവിടുന്ന് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ അപ്പനായി കാണണമെന്നാണ് ഈ ദിവസം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ അപ്പനാണെന്ന് വെളിപ്പെടുത്തി തരുന്ന ദിവസം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങളിൽ അപ്പനായ ദൈവം ഇടപെടും. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അവിടെ നിന്ന് നിറവേറ്റി തരുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഒരു മകൻ്റെ കുറവുകളെല്ലാം ക്ഷമിക്കുന്ന അപ്പനെ പോലെ, ഒരു മകൻ്റെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്ന അപ്പനെ പോലെ ദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നു. അവിടുത്തെ നാം ആരും എത്തിപ്പിടിക്കാൻ കഷ്ടപ്പെടേണ്ടതില്ല. കൂടെയുള്ള അപ്പൻ്റെ സ്നേഹത്തെയും കരുതലിനെയും തിരിച്ചറിഞ്ഞ് ആ അപ്പനോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിന്നാൽ മതി. ഞാൻ ആ അപ്പൻ്റെ മകനാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും വേണം. ഒരു മകൻ അപ്പനെ വേദനിപ്പിക്കാതെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ ദൈവത്തെ വേദനിപ്പിക്കാതെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു കൃപ നിനക്ക് ജീവിതത്തിൽ നീ നേടിയെടുക്കണം. ഒരു മകനെന്നുള്ള തിരിച്ചറിവ്, ദൈവം അപ്പനാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈശോ അകലെ നിന്ന് നമ്മെ വിധിക്കുന്നവനല്ല, നമ്മോടൊപ്പം നിൽക്കുന്നവനാ, നമ്മുടെ കരം പിടിക്കുന്നവനാ. നമ്മുടെ ദൈവം നമ്മോടൊപ്പം ഇറങ്ങി വന്ന് കൂടെയായിരിക്കുന്ന സ്നേഹമുള്ള അപ്പനാണ്. ആ അപ്പനെ തിരിച്ചറിയുക. മകനായ ഞാൻ അവിടുത്തെ എത്തിപ്പിടിക്കാൻ ഞാൻ ഓടേണ്ട, കൂടെയുള്ള സാന്നിധ്യത്തെ തിരിച്ചറിയുക. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് കരങ്ങളെ യാചനയോടെ പിടിച്ച്
അപ്പൻ്റെ കരങ്ങളിലേക്ക് മക്കളായ നമ്മുടെ ജീവിതത്തെ കൊടുത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളുടെ അപ്പനാണെന്നും ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഈ ദിവസം മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത വഴികളിൽ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കരുത്തായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിച്ചുകൊണ്ട് കൽപ്പിക്കുന്നു. ഇവരുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഇവരുടെ അധ്വാനങ്ങളെയും പ്രവർത്തനങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുന്ന സർവ്വ തിന്മയുടെ അരൂപികളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ. എല്ലാ തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.